ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മല്ലു ബെല്ലൂരിൻ്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് സ്വാഗതം. നമുക്കിപ്പോൾ പലപ്പോഴായി കിട്ടി വരുന്നൊരു ചോദ്യമുണ്ട്. നമ്മളുടെ ഈ ചാനലിൽ നമ്മൾ ഏത് വീഡിയോ എഡിറ്റർ യൂസ് ചെയ്തുകൊണ്ടാണ് വീഡിയോസ് എഡിറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ബെസ്റ്റ് അല്ലെങ്കിൽ ബെറ്റർ എഡിറ്റർ ഏതാണ് എന്നൊക്കെ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് നമുക്കിപ്പോൾ പലപ്പോഴായി വരുന്നത്. അപ്പോൾ അതിനുള്ള ഉത്തരമാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ പറയട്ടെ, ഞാൻ സാധാരണ മൊബൈലിൽ തന്നെയാണ് നമ്മളുടെ വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്യാറുള്ളത്. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന മൊബൈൽ എഡിറ്റർ എന്ന് പറയുന്നത് യൂക്കട്ട് എന്ന് പറയുന്ന ഒരു മൊബൈൽ ആപ്ലിക്കേഷനാണ്. അതുപോലെ തന്നെ ഇവരുടെ കുറച്ച് ബെനിഫിറ്റ്സ് കൂടെ അല്ലെങ്കിൽ പ്ലസ് പോയിൻ്റ് കൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ ആദ്യത്തെ പ്ലസ് പോയിൻ്റ് എന്ന് പറയുന്നത്, സാധാരണ വീഡിയോ എഡിറ്റേഴ്സ് പോലെ ഇവർ വാട്ടർമാർക്ക് ഒന്നും തന്നെ നമ്മളുടെ ലാസ്റ്റ് ഫൂട്ടേജിൽ വരുത്തുന്നില്ല. അതുകൊണ്ട് വാട്ടർമാർക്ക് ഇല്ലാതെ തന്നെ നമുക്ക് നമ്മുടെ വീഡിയോസ് കിട്ടുന്നതായിരിക്കും. അതുപോലെ രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഇവരുടെ ട്രാൻസിഷൻസ് ആണ് കേട്ടോ. സാധാരണ കൈൻ മാസ്റ്ററും ബാക്കി വീഡിയോ എഡിറ്റേഴ്സും തരുന്ന പോലെ നല്ല അടിപൊളി ട്രാൻസിഷൻസ് തന്നെ നമുക്കിതിൽ നിന്ന് ലഭിക്കാറുണ്ട്. അതുപോലെ നമ്മളുടെ ഫൈനൽ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഫൈനൽ വീഡിയോൻ്റെ ക്വാളിറ്റി നിശ്ചയിക്കുന്നത് നമ്മൾ ആദ്യം എഡിറ്റ് ചെയ്യുമ്പോൾ യൂസ് ചെയ്യുന്ന ആ ഒരു വീഡിയോ ക്വാളിറ്റിയാണ് കേട്ടോ. നിങ്ങളിപ്പോൾ 1080pയിലാണ് ഫസ്റ്റ് വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ലാസ്റ്റ് റെൻഡർ ചെയ്യുമ്പോഴും നിങ്ങൾക്ക് 1080pയിൽ തന്നെ റെൻഡർ ചെയ്യാനുള്ള ഓപ്ഷനും വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളുടെ ഫൈനൽ പ്രൊഡക്ട്സ് അല്ലെങ്കിൽ ഫൈനൽ വീഡിയോസ് നല്ല ക്രിസ്പ് ആൻഡ് ക്ലിയർ ആയിട്ട് തന്നെ നമുക്ക് ലഭിക്കുകയും ചെയ്യും. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോയിൽ ഞാൻ ഈ ഒരു യൂക്കട്ട് എങ്ങനെ നമുക്ക് ഡൗൺലോഡ് ചെയ്തുകൊണ്ട് തന്നെ യൂസ് ചെയ്യാം, അതുപോലെ ഇതിൻ്റെ ബേസിക് ട്യൂട്ടോറിയൽസ് കാര്യങ്ങൾ എല്ലാം തന്നെ പറഞ്ഞു തരുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ എല്ലാവരും ഈ ഒരു വീഡിയോ ഓടിക്കാതെ തന്നെ കാണാൻ ശ്രമിക്കുക, എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ടുള്ളൊരു ഐഡിയ കിട്ടുള്ളൂ. അപ്പോൾ എന്തായാലും നമ്മുടെ ചാനൽ നിങ്ങൾ പുതുതായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കും കൂടെ പ്രസ് ചെയ്യാം, എങ്കിൽ മാത്രമേ ഞങ്ങളിടുന്ന പുതുപുത്തൻ വീഡിയോസ് നിങ്ങൾക്ക് എത്തിച്ചേരുകയുള്ളൂ. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ പറയാൻ പോകുന്നത് എങ്ങനെ നമുക്ക് ഈ യൂക്കട്ട് നമ്മുടെ മൊബൈൽ ഫോണിലോട്ട് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുക എന്നുള്ളതാണ്. അതിനായിട്ട് നമുക്ക് ജസ്റ്റ് പ്ലേ സ്റ്റോറിൽ പോകാം. പ്ലേ സ്റ്റോറിൽ തന്നെ കിട്ടുന്ന ഒരു ആപ്പാണിത്. അതിനുശേഷം ഇവിടെയായിട്ട് ഞാൻ ജസ്റ്റ് യൂക്കട്ട് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്ത് സെർച്ച് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ കണ്ടോ, ഈ കാണുന്ന ഈ ഓറഞ്ച് കളർ ഐക്കണാണ് നമ്മളുടെ യൂക്കട്ട് എന്ന് പറയുന്ന വീഡിയോ എഡിറ്റർ കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇപ്പോൾ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് എനിക്കിവിടെ ഓപ്പൺ എന്നാണ് വരുന്നത്. നിങ്ങൾ അതൊന്ന് ഇൻസ്റ്റാൾ ചെയ്തിടുക. അതിനുശേഷം ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലുള്ളൊരു ഇൻ്റർഫേസാണ് ഫസ്റ്റ് നമുക്ക് വരുന്നത് കേട്ടോ. അപ്പോൾ ഇതിൽ ജസ്റ്റ് ഈ പ്ലസ് എന്ന് കാണുന്ന ഇതിൽ ഞാൻ ക്ലിക്ക് ചെയ്യാണ്. അപ്പോൾ ഇവിടെയായിട്ട് എനിക്ക് ന്യൂ പ്രൊജക്റ്റ് എന്ന് കാണാം. ഞാൻ ഓൾറെഡി ഇതിൽ പല വീഡിയോസ് എഡിറ്റ് ചെയ്തുകൊണ്ട് എനിക്കിവിടെ രണ്ടാമത് കണ്ടോ ഒരു ഡ്രാഫ്റ്റ് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അതിന് താഴെയായിട്ട് ഡ്രാഫ്റ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൽ നമ്മൾ ഇതുവരെ എഡിറ്റ് ചെയ്ത എല്ലാ വീഡിയോസിൻ്റെയും ഡ്രാഫ്റ്റ് നമുക്കിവിടെ കിട്ടുന്നതായിരിക്കും കേട്ടോ. ഞാനിപ്പോൾ എന്തായാലും ന്യൂ പ്രൊജക്റ്റാണ് കൊടുക്കാൻ പോകുന്നത്. ന്യൂ പ്രൊജക്റ്റ് കൊടുക്കുമ്പോൾ എൻ്റെ വീഡിയോസ് എല്ലാം തന്നെ എനിക്ക് ഇതുപോലെ ഫസ്റ്റ് കാണിക്കുന്നുണ്ട്. ഇനി ഫോട്ടോസാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഞാൻ ഫോട്ടോസ് ക്ലിക്ക് ചെയ്താൽ എൻ്റെ ഫോട്ടോസും കാര്യങ്ങളെല്ലാം ഇതുപോലെ വരുന്നുണ്ട് കണ്ടോ. അപ്പോൾ ഇതിൽ നിങ്ങൾക്കിനി ഫോട്ടോസ് എഡിറ്റ് കൊടുത്തുകൊണ്ടാണോ നിങ്ങളുടെ വീഡിയോ എഡിറ്റ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ വീഡിയോസ് തന്നെ ഇട്ടിട്ടാണോ എഡിറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് നിങ്ങൾ തന്നെ തീരുമാനിക്കുക. ഞാനിപ്പോൾ എന്തായാലും ജസ്റ്റ് ഇപ്പോൾ ഒരു വീഡിയോ എടുക്കുകയാണെന്ന് വയ്ക്കുക. ഞാൻ ഇതുപോലെ സെലക്ട് ചെയ്തിട്ടുണ്ട്, രണ്ടാമതൊന്ന് സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ എനിക്ക് എത്ര വീഡിയോസ് ഇടണോ അല്ലെങ്കിൽ എത്ര ഫോട്ടോസ് ഇടണമോ അതെല്ലാം ഇതുപോലെ സെലക്ട് ചെയ്തിടുക. ഞാനിപ്പോൾ എന്തായാലും വീഡിയോസാണ് ഇടുന്നത് കേട്ടോ. അതിനുശേഷം ഈ കാണുന്ന ഒരു ആരോ കണ്ടോ, ആ ഒരു ആരോ ആണ് ഞാൻ ക്ലിക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് സംഭവിക്കും എന്നുണ്ടെങ്കിൽ തനിയെ അത് ഇതുപോലെ ആഡ് ആയിരിക്കുകയാണ് കണ്ടോ. അപ്പോൾ ഇതുപോലെ എൻ്റെ വീഡിയോസ് എല്ലാം തന്നെ ഇവിടെ ആഡ് ആവും. രണ്ടാമത്തെ വീഡിയോ 1 സെക്കൻഡേ ഉള്ളൂ, അതുകൊണ്ട് എനിക്ക് ഇതുപോലെ ചെറുതായിട്ടാണ് കാണിക്കുന്നത്. പിന്നെ ചിലപ്പോഴൊക്കെ നിങ്ങൾക്കിത് കണ്ടോ, ഭയങ്കര ചെറിയൊരു വീഡിയോ ആണിത്. ഇപ്പോൾ ഈ ഒരു ചെറിയ വീഡിയോനുള്ളിൽ നിങ്ങൾക്ക് എക്സാക്റ്റ് സ്ഥലങ്ങൾ കണ്ടുപിടിക്കാൻ കുറച്ച് കഷ്ടമായിരിക്കും, കാരണം ഇത്രയും ചെറുതാണ് കണ്ടോ. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇതിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് ജസ്റ്റ് 2 വിരൽ വെച്ചൊന്ന് ഡ്രാഗ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കണ്ടോ, ഞാനിപ്പോൾ ഡ്രാഗ് ചെയ്യുന്ന സമയത്ത് ആ ഒരു വീഡിയോയുടെ ഇത് വലിപ്പം കൂടിയ പോലെ എനിക്ക് കാണിക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ അത് സൂം ഇൻ ചെയ്തിരിക്കുകയാണ്. നമ്മുടെ വീഡിയോ വലുതാവുമല്ല, കുറച്ചുകൂടെ സൂം ഇൻ ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്രിസ്പ് ആൻഡ് ക്ലിയർ ആയിട്ട് ഇതുപോലെ ഇങ്ങനെ സ്ഥലങ്ങൾ സെലക്ട് ചെയ്യാൻ സാധിക്കും കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ബേസിക്. അതിനുശേഷം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ആഡ് ചെയ്യാനായിട്ട് ഈ പ്ലസ് സിമ്പിൾ തന്നെ ക്ലിക്ക് ചെയ്താൽ മതി. ഇവിടെയായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഫോട്ടോസും വീഡിയോസും ആഡ് ചെയ്ത് കൊടുക്കാം. ഇഷ്ടം പോലെ ഇങ്ങനെ ആഡ് ചെയ്യാം. ഞാനിപ്പോൾ ഒരു വീഡിയോ കൂടെ ആഡ് ചെയ്യാൻ നോക്കാം. ഇപ്പോൾ കണ്ടോ, ഇത് ജസ്റ്റ് ഇങ്ങനെ ക്ലിക്ക് ചെയ്തു, ഒന്നുകൂടെ ഈ ആരോ കൊടുത്താൽ എൻ്റെ അടുത്ത വീഡിയോ കൂടെ ഇവിടെ ആഡ് ആയിട്ടുണ്ട് കണ്ടോ. ഇങ്ങനെയാണ് വളരെ ഈസി ആയിട്ട് എനിക്ക് എൻ്റെ ഫോട്ടോസ് ആഡ് ചെയ്യാൻ സാധിക്കുന്നത്, അല്ലെങ്കിൽ വീഡിയോസ് ഇതിലോട്ട് ആഡ് ചെയ്യാൻ സാധിക്കുന്നത്. ഇനി അടുത്തായിട്ട് ഞാൻ പറയാൻ പോകുന്നത് ട്രാൻസിഷൻസ്. എങ്ങനെ നിങ്ങൾക്ക് ട്രാൻസിഷൻസ് കൊടുക്കുക. ട്രാൻസിഷൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയുമായിരിക്കും, ഒരു വീഡിയോയിൽ നിന്ന് മറ്റൊരു വീഡിയോയിലോട്ട് പോകുമ്പോൾ വരുന്ന ചേഞ്ച് അതെങ്ങനെ നീറ്റായിട്ട് നിങ്ങൾക്ക് കൊടുക്കുക എന്നുള്ളതാണ് ഞാൻ അടുത്തായിട്ട് പറയാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഇതിലൊരു കുഴപ്പമുണ്ട്, അതായത് വളരെ ചെറിയ വീഡിയോസൊക്കെ നിങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ ആ വീഡിയോയിൽ നിന്ന് വേറൊരു വീഡിയോയിലോട്ട് ട്രാൻസിഷൻസ് നിങ്ങൾക്ക് ഇടാൻ സാധിക്കില്ല. കാരണം അറിയാമല്ലോ, ഒരു മിനിമം സൈസ് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ട്രാൻസിഷൻ വന്നു കഴിഞ്ഞാൽ ഭംഗി ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ഇതിൽ നമുക്കിപ്പോൾ ഇത് വളരെ ചെറിയ വീഡിയോ ആയതുകൊണ്ട് നമുക്കിവിടെ ഇടാൻ സാധിക്കില്ല. ഞാൻ എന്തായാലും ഈ വീഡിയോ സെലക്ട് ചെയ്തിട്ട്
ഇവിടെ ഡിലീറ്റ് എന്നുണ്ട്. ഡിലീറ്റ് കൊടുത്താൽ ആ വീഡിയോ ഡിലീറ്റ് ആയി പോയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലെനിക്ക് വേണമെങ്കിൽ ട്രാൻസിഷൻസ് കൊടുക്കാം. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഇതാണ് ഒരു വീഡിയോ. കുറച്ച് ഇങ്ങോട്ട് പോകുമ്പോൾ അടുത്ത വീഡിയോ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ ഞാൻ ട്രാൻസിഷൻസ് കൊടുക്കാനായിട്ട് നടുവിൽ കാണുന്ന ഒരു ആരോ കണ്ടോ, ഈ 2 വീഡിയോയുടെയും, അത് ഞാൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തു. അപ്പോൾ എനിക്ക് ഇതുപോലെ ട്രാൻസിഷൻസ് ഇവിടെ വരുന്നുണ്ട്. ഇതിൽ ഏത് ട്രാൻസിഷൻ വേണമെന്നുള്ളത് ഞാൻ ജസ്റ്റ് സെലക്ട് ചെയ്താൽ എനിക്കിവിടെ അതിൻ്റെ പ്രിവ്യൂ കൂടെ കിട്ടുന്നതായിരിക്കും. ഞാനിപ്പോൾ മിക്സ് എന്നുള്ളത് സെലക്ട് ചെയ്തു എന്ന് വയ്ക്കുക. ഇത് കണ്ടോ, ഒരു വീഡിയോ ഒന്ന് പോകുന്നത് രണ്ടും മിക്സ് ആയിട്ടാണ്. ഇനിയിപ്പോൾ എനിക്കിതിൻ്റെ സമയക്കൂടുതൽ കൂട്ടണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡ്യൂറേഷൻ കൂട്ടുമ്പോൾ നോക്കിക്കോളൂ, കുറച്ച് സമയം എടുത്തിട്ടാണ് അടുത്ത വീഡിയോ വരുന്നത് കണ്ടോ. അപ്പോൾ ഇതെല്ലാം എനിക്ക് ഇവിടെ തന്നെ കൺട്രോൾ ചെയ്യാൻ സാധിക്കും. പിന്നെ ഇതിനെ കുറച്ച് ഇങ്ങോട്ട് മാറ്റിക്കഴിഞ്ഞാൽ എനിക്ക് പല വിധത്തിലുള്ള ട്രാൻസിഷൻസ് ഇവിടെ ലഭിക്കുന്നതായിരിക്കും കണ്ടോ. ഇതെല്ലാം നിങ്ങളുടെ ഇഷ്ടത്തിന് ആവശ്യത്തിന് ട്രാൻസിഷൻസ് ഇവിടെ കൊടുക്കാൻ സാധിക്കും. പിന്നെ ഇവിടെ ചിലതൊക്കെ നിങ്ങൾക്ക് പ്രോ എന്ന് പറഞ്ഞിട്ട് കാണാം. അതിനർത്ഥം അതെല്ലാം നിങ്ങൾക്ക് വാങ്ങണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പ്രീമിയം വേർഷൻ നിങ്ങൾ വാങ്ങേണ്ടതുണ്ട്. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ആ ഒരു എഫക്ട്സും കാര്യങ്ങളൊക്കെ കിട്ടുകയുള്ളൂ കേട്ടോ. പക്ഷേ ഇത് വേണമെന്നൊന്നും ഒരു നിർബന്ധമില്ല. അല്ലാതെ തന്നെ ഈ ഫ്രീ ട്രാൻസിഷൻസും ഫ്രീ ഫീച്ചേഴ്സും തന്നെ നിങ്ങൾക്ക് യൂസ് ചെയ്തുകൊണ്ട് നല്ല അടിപൊളി വീഡിയോസ് തന്നെ ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇതെല്ലാം എനിക്കിപ്പോൾ ഈ ഒരു ട്രാൻസിഷൻ മതി എന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യാന്നുണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്തതിന് ശേഷം ആ ഒരു ടിക്ക് സിമ്പൽ ക്ലിക്ക് ചെയ്യാണ്. അപ്പോൾ അങ്ങനെ എൻ്റെ വീഡിയോ ഇവിടെ എഡിറ്റ് ആയിരിക്കുകയാണ്. നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാം എങ്ങനെ വരുമെന്നുള്ളത്. കണ്ടോ, ഇങ്ങനെയാണ് അടുത്ത വീഡിയോയിലോട്ട് പോകുന്നത്. ഇതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഡ്യൂറേഷൻസും കാര്യങ്ങളും എല്ലാം തന്നെ സെറ്റ് ചെയ്തുകൊണ്ട് ട്രാൻസിഷൻസ് ഇവിടെ സെറ്റ് ചെയ്യാൻ സാധിക്കും. ഇനി വേറെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ട്രിം ചെയ്യാം. നിങ്ങളുടെ വീഡിയോനെ തന്നെ എത്ര വലിപ്പം വേണമെന്നുള്ളതെല്ലാം നിങ്ങൾക്കിവിടെ ട്രിം ചെയ്യാൻ സാധിക്കും. അതുപോലെ സ്റ്റിക്കേഴ്സ് ആഡ് ചെയ്യാം നിങ്ങൾക്ക്. ഞാനിപ്പോൾ ജസ്റ്റ് സ്റ്റിക്കേഴ്സ് ക്ലിക്ക് ചെയ്ത് കാണിച്ചു തരാം. കണ്ടോ, എനിക്കിവിടെ പല സ്റ്റിക്കേഴ്സ് ആഡ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ സബ്സ്ക്രൈബിൻ്റെ സ്റ്റിക്കർ ആണെന്നുണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ തന്നെ ഇവിടെ ആ ഒരു സ്റ്റിക്കർ വന്നു. എനിക്കിപ്പോൾ വേണ്ടാന്നുണ്ടെങ്കിൽ ഇത് ഇവിടെ തന്നെ ക്ലോസ് ചെയ്ത് കളയാം. വീണ്ടും ബാക്ക് പോവാം. അതിനുശേഷം ഒരു വീഡിയോ നിങ്ങൾക്ക് സ്പീഡ് കൂട്ടണം, സ്പീഡ് കുറയ്ക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ ആദ്യം സെലക്ട് ചെയ്യുക. അതിനുശേഷം ഇവിടെ സ്പീഡ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് കാണാം. ഇത് കൂട്ടും കുറയ്ക്കും ചെയ്തു കഴിഞ്ഞാൽ അതിനനുസരിച്ച് വീഡിയോയുടെ സ്പീഡ് കൂടും കുറയും ചെയ്യുന്നതായിരിക്കും. അതിനുശേഷം ഒരു വീഡിയോയുടെ സൗണ്ട്, ഇപ്പോൾ നിങ്ങൾ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കൊടുക്കുകയാണെന്ന് വയ്ക്കുക. അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കാണ് നിങ്ങൾക്ക് കൂടുതലായി കേൾക്കേണ്ടത്. വീഡിയോയുടെ സൗണ്ട് കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ വീഡിയോ ആദ്യം സെലക്ട് ചെയ്തതിന് ശേഷം ഈ വോളിയം ക്ലിക്ക് ചെയ്യുന്നു, താഴോട്ട് ആക്കുന്നു. അപ്പോൾ ആ ഒരു വീഡിയോയുടെ സൗണ്ട് തനിയെ കുറയുന്നതായിരിക്കും കേട്ടോ. അതിനുശേഷം ടിക്ക് സിമ്പൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതുപോലെയാണ് ഇതെല്ലാം ക്രോപ്പ് ബാക്കി കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് വായിച്ചു നോക്കിയാൽ തന്നെ വളരെ ഈസി ആയിട്ട് തന്നെ മനസ്സിലാവുന്ന ഒരു എഡിറ്ററാണിത്. അതിനുശേഷം ഇത്ര മാത്രമേ ഉള്ളൂ നമുക്കിനി ബേസിക്കായിട്ട് പറയാനായിട്ട്. ഇനിയിപ്പോൾ ഞാൻ വേണമെങ്കിൽ ഇതിൻ്റെ ക്രോപ്പ് ഫംഗ്ഷൻ കൂടെ ഒന്ന് കാണിച്ചു തരാം. ക്രോപ്പ് എന്ന് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ക്രോപ്പ് ചെയ്യാനുള്ള ഇതുണ്ട് കണ്ടോ. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ക്രോപ്പ് ചെയ്യുക. പിന്നെ ഇവിടെ തന്നെ കുറച്ച് പ്രീസെറ്റ്സ് കൂടെ നിങ്ങൾക്ക് കാണാം. ഇപ്പോൾ നിങ്ങളുടെ യൂട്യൂബ് വീഡിയോസിനാണ് എഡിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്നത് 16:9 എന്നുള്ള റേഷ്യോ ആയിരിക്കും. അതുകൊണ്ട് നിങ്ങൾക്കിവിടെ 16:9 കാണാം. ഇതുപോലെ കറക്റ്റ് റേഷ്യോ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. സെലക്ട് ചെയ്ത് ടിക്ക് കൊടുത്തു കഴിഞ്ഞാൽ അത് അപ്ലൈ ആവുന്നതായിരിക്കും. അതുപോലെ ഇതിൻ്റെ ഫിൽറ്റേഴ്സ് കൂടെ ഞാൻ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തി തരാം. ഇതിൽ ഫിൽറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് കാണുന്നുണ്ടല്ലോ, അത് കിട്ടാനായിട്ട് നിങ്ങൾ ആദ്യം വീഡിയോ ഒന്നും സെലക്ട് ചെയ്യരുത്. ജസ്റ്റ് വീഡിയോന് മുകളിൽ ഇതുപോലെ ഹോവർ ചെയ്യുക. ഏത് വീഡിയോ ആണോ വേണ്ടത് ആ ഒരു വീഡിയോന് മുകളിൽ ഇങ്ങനെ നിന്നിട്ട് ഫിൽറ്റർ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ ആയിട്ട് കുറേ പ്രീസെറ്റ് ഫിൽറ്റേഴ്സ് ഉണ്ട് കേട്ടോ. അതെല്ലാം അതിൻ്റെ ബ്രൈറ്റ്നസ്, സാച്ചുറേഷൻ എല്ലാം തന്നെ അവർ സെറ്റ് ചെയ്തതാണ്. അത് നമുക്ക് മാറ്റാനോ ഒന്നും സാധിക്കില്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അഡ്ജസ്റ്റ് കൊടുക്കാം. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഫ്ലെക്സിബിളായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ഈ ഒരു വീഡിയോന് കുറച്ചുകൂടെ ലൈറ്റ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ലൈറ്റ്നെസ്സിലോട്ട് പോയിട്ട് ഇതുപോലെ ലൈറ്റ് എനിക്ക് കൂട്ടും കുറയ്ക്കുകയും ചെയ്യാം. അതുപോലെ ഇതിൻ്റെ സാച്ചുറേഷൻ കൂട്ടാനായിട്ട് ഞാൻ സാച്ചുറേഷൻ ക്ലിക്ക് ചെയ്യുന്നു. കൂട്ടുമ്പോൾ സാച്ചുറേഷൻ കൂടുന്നത് കണ്ടോ. അതുപോലെ കുറച്ച് കഴിഞ്ഞാൽ എനിക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫീൽ വരും. ഇതുപോലെ എല്ലാം തന്നെ നിങ്ങൾക്ക് നല്ല നീറ്റായിട്ട് തന്നെ എഡിറ്റ് ചെയ്യാം കേട്ടോ. പിന്നെ കളറുണ്ട്. കളർ എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേകതരം ഗ്രേഡ് അതിലോട്ട് വരും. ഇപ്പോൾ ഞാനിപ്പോൾ ബ്ലൂ എടുക്കുകയാണെങ്കിൽ ഒരു ബ്ലൂ കളർ ഷെയ്ഡായിരിക്കും അതിൽ വരിക. റെഡ് ഇതുപോലെ എനിക്ക് ഇഷ്ടമുള്ള പോലെ സെലക്ട് ചെയ്യാം കേട്ടോ. ഇതെല്ലാം കൊടുത്തിട്ടാണ് നിങ്ങൾക്ക് നിങ്ങളുടെ എന്താ പറയുക, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫിൽറ്റേഴ്സ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. അതിനുശേഷം ഞാൻ ടിക്ക് കൊടുക്കുന്നു. അപ്പോൾ അത് അപ്ലൈ ആയിരിക്കുകയാണ്. അതുപോലെ ഇഫക്ട്സ് കൂടെ നിങ്ങൾക്കുണ്ട്. ഇഫക്ട്സ് എന്ന് പറയുമ്പോൾ ഗ്ലിച്ച് ഇഫക്റ്റ്, അതുപോലെ തന്നെ ഗ്രെയിൻസ് കാര്യങ്ങൾ, അങ്ങനത്തെ ചെറിയ ചെറിയ വിഷ്വൽ ഇഫക്ട്സ് ഒക്കെ നിങ്ങൾക്ക് ഇതിൽ കൊടുക്കാം. ഞാനിപ്പോൾ വേണമെങ്കിൽ കാണിച്ചാൽ എൻ്റെ ഒരു ഗ്ലിച്ച് ഇഫക്റ്റ് എന്ന് പറയുന്നത് ആദ്യം ഞാൻ പ്ലേ ചെയ്യുന്നു. ഏത് ഭാഗത്ത്, ഈ ഭാഗത്താണ് എനിക്ക് ഗ്ലിച്ച് വേണ്ടതെന്നുണ്ടെങ്കിൽ ഞാൻ ഈ ഗ്ലിച്ചിൽ ജസ്റ്റ് ഇങ്ങനെ പ്രസ് ചെയ്ത് പിടിക്കുമ്പോൾ കണ്ടോ ഈ ഗ്ലിച്ച് ഇഫക്റ്റ് എനിക്ക് കിട്ടുന്നു. ഇപ്പോൾ ഈ കാണുന്ന ഓറഞ്ച് ഭാഗം മൊത്തം എൻ്റെ ഇഫക്റ്റാണ് കാണുന്നത് കേട്ടോ. അതുപോലെ എനിക്ക് കുറച്ച് ഇങ്ങോട്ട് വന്നിട്ട് വേറെ എഫക്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ താഴെയായിട്ട് വേറെ എഫക്ട്സ് ഒക്കെ എനിക്ക് സെലക്ട് ചെയ്യാം. അപ്പോൾ ചില ഇഫക്ട്സ് ഒക്കെ പ്രോ ആണ്. അല്ലാത്ത ഇഫക്റ്റ് ഇപ്പോൾ ഞാൻ നോയ്സ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ ആയിട്ട് വീണ്ടും നോയ്സ് ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് പിടിക്കുമ്പോൾ കണ്ടോ ആ ഭാഗത്തൊക്കെ നോയ്സ് ആയിട്ടുണ്ട്. ഇനി എനിക്കിതൊന്ന് കണ്ടു നോക്കണം എങ്ങനെയുണ്ട് എന്നുണ്ടെങ്കിൽ വീണ്ടും ഞാൻ ഇങ്ങനെ ഈ സൈഡിലോട്ട് പോവുകയാണ്. എന്നിട്ട് ഞാൻ ഒന്നുകൂടെ ഈ ഒരു കാണുന്ന പ്ലേ ബട്ടൺ അമർത്തുമ്പോൾ
എനിക്ക് എൻ്റെ വീഡിയോയുടെ ഇത് കറക്റ്റായിട്ട് തന്നെ എനിക്ക് കിട്ടുന്നതാണ്, കണ്ടോ. അപ്പോൾ ഈ ഒരു ലെവലിലാണ് നമുക്ക് ഇഫക്റ്റ് കൂടെ ആഡ് ചെയ്യാൻ സാധിക്കുന്നത്. ഇനി ഇത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ വീണ്ടും ആ ഒരു ടിക്ക് അമർത്തുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ, വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഇതിൽ എഡിറ്റ് ചെയ്യാൻ സാധിക്കും. ഈ എഡിറ്റിംഗ് എല്ലാം കഴിഞ്ഞതിന് ശേഷം എനിക്കിനി ഇത് റെൻഡർ ചെയ്യണം. റെൻഡർ ചെയ്യാനായിട്ട് ഞാൻ ചെയ്യേണ്ടത് മുകളിൽ കാണുന്ന സേവ് എന്ന് പറയുന്ന ആ ഒരു സിമ്പിൾ കണ്ടോ, ആ ഒരു ബട്ടണാണ് ഞാൻ ക്ലിക്ക് ചെയ്യുന്നത്. സേവ് ക്ലിക്ക് ചെയ്യുമ്പോൾ കണ്ടോ ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ വരുന്നത് 1080pയിലാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ അർത്ഥം ഞാൻ എഡിറ്റ് ചെയ്യാൻ യൂസ് ചെയ്ത വീഡിയോസ് എല്ലാം തന്നെ 1080pയിലാണ് എന്നുള്ളതാണ്. ഇനിയിപ്പോൾ നിങ്ങൾ 780 അല്ലെങ്കിൽ 760 ആണ് യൂസ് ചെയ്തതെന്ന് വയ്ക്കുക. അപ്പോൾ നോക്കിയോ, 720 ആണ് യൂസ് ചെയ്തതെന്ന് വയ്ക്കുക. അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾക്ക് നോക്കുമ്പോൾ ഈ ഒരു 1080p കിട്ടില്ല. കാരണം 720 ആണ് ഏറ്റവും ഹൈ എന്നുണ്ടെങ്കിൽ ആ ഒരു 720യിൽ മാത്രമേ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അതിന് മുകളിലോട്ട് നിങ്ങൾക്ക് റെൻഡർ ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ അതുമാത്രം ഒന്ന് മനസ്സിൽ വയ്ക്കുക. അതിനനുസരിച്ചിട്ട് നിങ്ങൾ റെൻഡർ ചെയ്യുക. അപ്പോൾ 1080 ആണ് ഞാനിപ്പോൾ വെച്ചിരിക്കുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ 720 ചെയ്യാം കേട്ടോ. പക്ഷേ ആ ഒരു വീഡിയോയുടെ ക്ലാരിറ്റി നഷ്ടപ്പെടും എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഞാൻ എന്തായാലും ഇതിൽ വെച്ചിട്ടുണ്ട്. എനിക്കിവിടെ ആയിട്ട് ആ സൈസും കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് 37 MB ആയിട്ടാണ് വരിക. അപ്പോൾ എനിക്കത് മതി, ഓക്കെയാണ്. അതിന് ശേഷം എനിക്ക് ക്വാളിറ്റി കൂടെ അവിടെ നിശ്ചയിക്കാം. ഹൈ ക്വാളിറ്റി, മീഡിയം, ലോ എന്നുള്ള ക്വാളിറ്റീസ് കൂടി ഉണ്ട്. എനിക്ക് ഹൈ മതി. ഇനിയിപ്പോൾ നിങ്ങളിത് കുറയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ മീഡിയം കൊടുത്താൽ നിങ്ങൾക്ക് ആ ഒരു സൈസ് കൂടെ അവിടെ കുറയുന്ന കാണാം. കാരണം ആ ഒരു ക്വാളിറ്റി ചെറുതായിട്ടൊന്ന് മങ്ങലേൽക്കും, അത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ എനിക്കിവിടെ സേവ് എന്നുള്ള ആ ഒരു ബട്ടൺ കൂടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇത് നമ്മളുടെ എന്താ പറയേണ്ടത്, നമ്മളുടെ ഫോണിലോട്ട് ഇത് റെൻഡർ ചെയ്ത് വരികയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇത്ര മാത്രമേ ഉള്ളൂ. വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഇതിൽ എഡിറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇത് റെൻഡറായി കൺവേർട്ടായി കഴിഞ്ഞാൽ നമ്മൾക്കിത് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളുടെ ഫോണിലോട്ട് തന്നെ സേവ് ആവുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ഇത്രയേ ഉള്ളൂ. നമ്മളുടെ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ് എന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ മാക്സിമം ഫ്രണ്ട്സിനും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത എപ്പിസോഡിൽ വീണ്ടും ഒരു അടിപൊളി യൂസ്ഫുൾ വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ അടുത്ത എപ്പിസോഡ് കാണുന്നവരായിരിക്കും. ബൈ ബൈ.